തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് ഉച്ചയ്ക്ക് കോഴിക്കോട്ടെത്തും. മുരളീധരനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. രാഹുൽ സുരേഷ് വിശദാംശങ്ങളുമായി ചേരുന്നു കോഴിക്കോട് നിന്ന്. പറയൂ രാഹുൽ സുരേഷ്, എപ്പോഴാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടാവുക? ഇപ്പോഴും കെ മുരളീധരൻ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണോ അതോ അല്പം അയഞ്ഞിട്ടുണ്ടോ? SKN തൃശൂരിലെ തോൽവിയിൽ കടുത്ത അതൃപ്തിയിലാണ് കെ മുരളീധരൻ. UDF നേതാക്കൾ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ സംസാരിക്കാൻ കെ മുരളീധരൻ തയ്യാറാകുന്നില്ല. വടകരയിൽ നിന്നാൽ ഉറപ്പായും ജയിച്ചാനെ. BJPയുടെ ജയം തടയാൻ വേണ്ടി തന്നെ ബലിയാടാക്കിയെന്ന പരിഭവമാണ് കെ മുരളീധരനുള്ളത്. ഈ പരിഭവം പരിഹരിക്കാൻ വേണ്ടിയാണ് KPCC അധ്യക്ഷനായ കെ സുധാകരൻ തന്നെ കോഴിക്കോട്ടേക്ക് നേരിട്ടെത്തുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് കെ മുരളീധരന്റെ വീട്ടിലെത്തിയ ശേഷം നേരിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സാധാരണ എല്ലാ ദിവസങ്ങളിലും രാവിലെ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ പ്രതികരണങ്ങൾ തേടിയപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് KPCC അധ്യക്ഷൻ തന്നെ കാണാൻ വരുന്നുണ്ട്. അതിനുശേഷം കാര്യങ്ങളിൽ ഒരു തീരുമാനമായ ശേഷം ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിവരിക്കാം എന്നാണ് കെ മുരളീധരന്റെ നിലവിലെ നിലപാട്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗും ഇടപെട്ടിട്ടുണ്ട്. KC വേണുഗോപാലിനെ ഇന്നലെ മുസ്ലിം ലീഗിന്റെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. കെ മുരളീധരന്റെ വിഷമങ്ങൾ പരിഹരിച്ച് ഉടൻ തന്നെ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി അദ്ദേഹത്തെ ഇറക്കണമെന്നാണ് മുസ്ലിം ലീഗിനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് KPCC അധ്യക്ഷൻ ഇന്ന് കോഴിക്കോടേക്ക് എത്തുന്നത്. ഇതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കാൻ സാധ്യത. ഒന്ന്, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ മുരളീധരനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്നില്ലെങ്കിൽ വയനാട്ടിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യതയും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ പല വഴികളിലൂടെ ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാനാണ് നിലവിൽ UDFന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്.